കാമുകന്മാർക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണല്ലേ. പ്രപഞ്ചത്തിലെ പോരാളിയാണ് മക്കളെ രക്ഷിക്കേണ്ട കരങ്ങൾ കൊണ്ടാണ് ശിക്ഷിക്കുന്നത്. അർഷിദ് എന്ന ആ 1.5 വയസ്സുകാരൻ്റെ ദേഹത്ത് 51 മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ജനനേന്ദ്രിയത്തിലൊക്കെ ആഴത്തിലുള്ള മുറിവുകൾ. ആ പിഞ്ച് ശരീരത്തിൽ ഇത്രയും മുറിവിന് എവിടെയാണ് സ്ഥലമുള്ളത്? ആ കുഞ്ഞ് ജനനം മുതൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടെ കുഞ്ഞ് കരഞ്ഞു. അഷ്കർ എന്ന ആ കുഞ്ഞിൻ്റെ അമ്മയുടെ കാമുകൻ തല ഭിത്തിയിലിടിച്ച് അതിദാരുണമായ കുഞ്ഞിനെ വധിച്ചു കളഞ്ഞു. ആശുപത്രിയിൽ ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങിയതാണ് എന്ന് നുണ പറഞ്ഞാണ് കൊണ്ടുപോയത്. ആ അമ്മയും ഈ കുഞ്ഞിനെ കൊല്ലാൻ പലതവണ കൂട്ടുനിന്നിട്ടുണ്ടെന്നാണ്. ആ നരാധമൻ താമസിച്ചിരുന്നത് പെങ്ങളുടെ ഭർത്താവ് വാടകയ്ക്കെടുത്ത വീട്ടിലായിരുന്നു. അപ്പോൾ തീർച്ചയായും അവരാരെങ്കിലുമൊക്കെ ആ വീട്ടിൽ കാണാതിരുന്നിരിക്കില്ലല്ലോ ഈ കുഞ്ഞിനെ ആക്രമിക്കുമ്പോഴൊക്കെ. ആ നാട്ടിൽ നാട്ടുകാരില്ല, അയൽവക്കംകാരൊന്നും ഈ കുഞ്ഞിൻ്റെ ദാരുണമായ കരച്ചിൽ കേട്ടിട്ടില്ല. 2 കൈയൊടിഞ്ഞ പ്ലാസ്റ്റർ ഇട്ട ആ ചിത്രമൊക്കെ കാണുമ്പോൾ ദൈവമേ, ഒരു കയ്യിൽ ഇച്ചിരി ഒരു മുറിവ് പറ്റുമ്പോൾ തന്നെ നമുക്കൊക്കെ എന്തോരം വേദനയെന്നും പറഞ്ഞുകൊണ്ട് നടക്കുവാണ്. അപ്പോൾ 2 കൈയൊടിഞ്ഞ ആ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ. സൈക്കിളിൽ നിന്ന് വീണാണെന്നൊക്കെ പറയുന്നു. 1.5 വയസ്സുള്ള കൊച്ച് എന്ത് സൈക്കിൾ ചവിട്ടാനാണ്? ആ അത്രയുള്ള കൊച്ചിനെ ഇരുത്തി ആരാണ് സൈക്കിളിൽ ചവിട്ടിക്കൊണ്ട് അഷ്കർ എന്ന ആ നരാധമൻ ആദ്യ ഭാര്യയോട് ചെയ്തതും സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു. ആമിന എന്ന 18 വയസ്സുകാരിയാണ് അഷ്കറിനെ വിവാഹം ചെയ്തു കൊടുത്തത്. വിവാഹം ചെയ്ത അധികം നാൾ കഴിയുമ്പോൾ മുമ്പേ തന്നെ പീഡനങ്ങൾ തുടങ്ങി. കൊടിയ പീഡനമായിരുന്നു ആ കുട്ടിയോട് ചെയ്തത്. ഈ കുഞ്ഞിനെ ചെയ്ത പോലെ തന്നെ തലവിത്തിയിൽ ഇടിപ്പിക്കുക, കഴുത്തിരിച്ച് കൊല്ലാൻ നോക്കുക, കിണറ്റി തള്ളിയിട്ട് കൊല്ലാൻ നോക്കുക. അങ്ങനെ ഒരു തവണ ഭിത്തിയിലിട്ട് ഇടിപ്പിച്ചൊക്കെ ചെയ്ത് ബോധം കെട്ടുപോയപ്പോൾ അഷ്കറും വീട്ടുകാരും ആ കുട്ടിയെ ഫാനിൽ കെട്ടി തൂക്കി കൊല്ലാൻ നോക്കി. പെട്ടെന്ന് ബോധം വന്നു. ആ കൊച്ച് നിലവിളിച്ചു. അങ്ങനെയാണ് ആമിന ജീവനോടെ ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ പല രീതിയിൽ ഇഞ്ചിഞ്ചായ കൊച്ചിനെ കൊല്ലാൻ നോക്കിയിട്ട് ഇത്രയോ നാൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. ആ കുട്ടി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ ദൈവമെല്ലാം ആ കൊച്ചിനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 23 വയസ്സ്. പഠിക്കേണ്ട പ്രായത്തിൽ 18 വയസ്സിൽ തന്നെ വിവാഹം ചെയ്തു കൊടുത്തു. ഒരുപക്ഷെ ആമിന ആ 18 വയസ്സ് മുതൽ പഠനം എന്നുള്ള രീതിയിലൊക്കെ മുന്നോട്ട് പോയായിരുന്നെങ്കിൽ ഈ ഒരു ഗതി വരില്ലായിരുന്നിരിക്കാം. വിവാഹം ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ട് സ്വന്തം ജീവൻ ഇതുപോലെ മറ്റുള്ള ഒരാളുടെ കൈ കൊണ്ട്, ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ കൈ കൊണ്ട് അമ്മാനമാടെ പെടാതിരിക്കട്ടെ. ആമിനെ ക്രൂരമായി ഉപദ്രവിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് 15 വയസ്സുള്ള ആമിനയുടെ സഹോദരൻ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അഷ്കർ പല രീതിയിൽ ഭീഷണിപ്പെടുത്തുമായിരുന്നു. എന്ന് വള്ളത്തെ മുക്കി കൊല്ലും, അല്ലെങ്കിൽ വണ്ടി ഇടിപ്പിച്ച് കൊല്ലും എന്നൊക്കെ. ഈ ആമിനയുടെ പിതാവാണ് ഇപ്പോൾ വാർത്തകളിലൊക്കെ ഇതുപോലെ അഭിമുഖം കൊടുത്തിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ ആ കേസിലും പിന്നെ മറ്റൊരു കേസ് എന്നത് ഈ അഷ്കർ എന്ന രണ്ടാമതും വേറൊരു പെൺകുട്ടിയുടെ ലിവിങ് ടുഗദർ ആയിരുന്നു. ആ കുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടാണ് കാണപ്പെട്ടത്. ആ പെൺകുട്ടിക്ക് ബന്ധുക്കളൊന്നും ഇല്ലായിരുന്നു. ആ പെൺകുട്ടിയുടെ മൃതദേഹം ഏറ്റുവാങ്ങിയത് സുഹൃത്തുക്കളൊക്കെ കൂടിയാണ്. ഒരുപക്ഷെ ഇയാൾ കൊന്നായിരിക്കാം എന്നാണ് അനുമാനിക്കുന്നത്. അതുകൊണ്ട് ആ കേസിലും ഉൾപ്പെടെ പോലീസ് അന്വേഷണം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കാമുകന്മാർക്ക് വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ ബലിയാടാക്കുന്ന സ്ത്രീകൾക്കെതിരെ അതിശക്തമായ നിയമം തന്നെ വരണം എന്നാണ്. ഈ 1.5 വയസ്സുകാരൻ്റെ അച്ഛൻ്റെ മരണവും ആത്മഹത്യയായിരുന്നു. ഈ കുഞ്ഞിനെ 3 മാസം ഗർഭിണി ആയിരിക്കുമ്പോൾ ആണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്. അതിലും ദുരൂഹത തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. മരണപ്പെട്ട ഈ കുഞ്ഞും അമ്മയുമായിട്ടുള്ള ഒരു വീഡിയോ യൂട്യൂബിലൊക്കെ വൈറലായിരുന്നു. മിടുക്കനായൊരു കുട്ടിയുടെ വൈറലായ വീഡിയോയിൽ കണ്ടായിരുന്നു. വൈകല്യമോ വേറെ ഒരു കുഴപ്പവുമില്ലാത്തൊരു കുട്ടി. ഈ ലോകത്ത് എത്രയോ കാലം ജീവിച്ചിരിക്കേണ്ട ഒരു കുഞ്ഞാണ്. മൃഗീയമായി ഉപദ്രവിക്കുമ്പോൾ ആ കുഞ്ഞ് എത്രമാത്രം അമ്മയെന്ന് നിലവിളിച്ചിട്ടുണ്ടാകാം. അവളെയൊക്കെ അമ്മേ എന്ന് വിളിക്കാൻ യോഗ്യതയില്ല എന്നുള്ള കുഞ്ഞിനെ അറിയില്ലല്ലോ. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ള ചോദ്യമാണ്, ആ കുഞ്ഞിനെ വല്ല അനാഥാലയത്തിൽ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ മക്കളില്ലാത്ത ആ കുഞ്ഞിന് ആവശ്യമുള്ള ആളുകളുണ്ടാവും, അവരെ ഏൽപ്പിച്ചാൽ പോരെന്ന്. പക്ഷേ പിന്നീട് ഭാവിയിൽ ഈ കുട്ടി ബാധ്യതയാകുമോ, അന്വേഷിച്ച് വരുമോ എന്നുള്ളൊക്കെ പേടിയും കൊണ്ട് കുഞ്ഞിനെ ഇതുപോലെ വകവരുത്തിയത്. മരണപ്പെട്ട ആ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ വീട്ടുകാരുടെ അവസ്ഥയാണ് അതിദയനീയം. അവരുടെ മകൻ മരണപ്പെട്ടു, ഇപ്പോൾ കൊച്ചുമകനും മരണപ്പെട്ടു. മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊരു കൈ മുറിഞ്ഞോ ചെറിയൊരു പരിക്കുപറ്റുമ്പോഴത്തേക്കും എന്തെല്ലാം വിഷമമൊക്കെയാണ്. നമുക്കത് മാറുന്നവരെ ഒരു ബുദ്ധിമുട്ടായിരിക്കും മനസ്സിന്. ആ സ്ഥാനത്താണ് ഈ സ്ത്രീ ആ കുഞ്ഞിനെ ജീവൻ കളയിപ്പിച്ചത് കാമുകനെ കൊണ്ട്. വേദന എല്ലാവർക്കും ഒരുപോലെയാണ്, ജീവൻ എല്ലാവരുടെയും ഒരുപോലെയാണ്. ആമനയ്ക്ക് സംഭവിച്ച പോലെയും ആ 1.5 വയസ്സുകാരന് സംഭവിച്ച പോലെയൊന്നും മറ്റൊരാൾക്ക് വരാതിരിക്കാൻ തക്ക രീതിയിൽ തന്നെ ആ 2 വൃത്തികെട്ട ജന്മങ്ങൾക്ക്
ശിക്ഷ കൊടുക്കണം. ശക്തമായ നടപടികൾ തന്നെ അവർക്കെതിരെ കൈക്കൊള്ളുവാൻ നമ്മുടെ നിയമപാലകർ മുൻകൈ എടുക്കണമെന്ന് തന്നെയാണ് അപേക്ഷ. ഒരു രീതിയിലും പുറംലോകം കാണരുത്.